പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഡർമോളെ കാണാനായി വിക്രം വേദയുടെ വീട്ടിലെത്തുന്നു. സുഡർമോളെ എനിക്ക് കാണണമെന്ന് വേദയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ വേദ സമ്മതിക്കുന്നില്ല. സുഡർമോളെ കാണാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ എന്ന് വിക്രമിനോട് പറയുന്നുണ്ട്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മോളെ കാണാനല്ല വന്നിരിക്കുന്നത്, അമ്മയുടെ മോളെ കാണാനാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് കാണാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉടനെ തന്നെ വേദ വിക്രമിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, ഇത് എൻ്റെ വീടാണ്, അകത്തേക്ക് കയറാൻ നിനക്ക് പറ്റില്ല, എൻ്റെ അനുവാദമില്ലാതെ നീ അകത്ത് കയറരുത് എന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇത് നിന്റെ വീടായിരിക്കാം, പക്ഷേ വിജയമ്മയും മോളും ഇവിടെയല്ലേ താമസിക്കുന്നത്, അകത്ത് കിടക്കുന്നത് വിജയമ്മയുടെ മോളല്ലേ, അതുകൊണ്ട് എനിക്കിവിടെ അകത്ത് കയറാനുള്ള അവകാശമുണ്ട്. എനിക്ക് സുഖമില്ലാതിരിക്കുന്ന മോളെ ഒന്ന് കണ്ട് ഉടനെ തന്നെ പോവണമെന്നും ഉള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മാറി നിൽക്ക് എന്ന് വിക്രം പറയുന്നുണ്ട്. വേദയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് ഓടിക്കയറുന്നുണ്ട്. എന്നാൽ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ വിജയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ വിജി ചേച്ചി ഇത്, ഞാൻ പറഞ്ഞതനുസരിക്കാതെ അവൻ അകത്തേക്ക് പോയത് കണ്ടില്ലേ, നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വിജയമ്മ പറയുന്നുണ്ട്, വേദ എന്നോട് ക്ഷമിക്കണം, മോളുടെ സങ്കടം നീ കണ്ടതല്ലേ, ഏതു നേരവും അവൾ സിംബ സിംബ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വിക്രമിനെ അവൾക്ക് കാണണമെന്നുണ്ട്, മോളെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവനെ അകത്തേക്ക് കയറാൻ വേണ്ടി അനുവദിച്ചത്, നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. പിറകെ തന്നെ ശങ്കരനാരായണനും മുത്തശ്ശിയും അകത്തേക്ക് കയറുന്നു. വിക്രം റൂമിനകത്ത് കയറിയതും തളർന്നു കിടക്കുന്ന മോളെയാണ് കാണുന്നത്. വിക്രം പെട്ടെന്ന് മോളുടെ അടുത്തിരിക്കുന്നുണ്ട്. മോളെ തൊട്ടു നോക്കുകയാണ്. മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്. മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ സുഡർ അറിയുന്നില്ല. തളർന്നു കിടക്കുന്ന മോളെ കണ്ട് വിക്രം ആകെ ഭയന്നു പോകുന്നു. പെട്ടെന്ന് വിജയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ വിജയമ്മ ഇത്, മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? വിക്രം, നീ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്ക്, മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, പക്ഷേ ഡോക്ടർ ഇവിടെ വന്ന് നോക്കി, മോളെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു, ബ്ലഡ് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നേക്കും, അപ്പോൾ മാത്രമാണ് മെഡിസിൻ കൊടുത്തിട്ടും എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയൂ. ഇത് കേട്ടതും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എന്താ വിജയമ്മേ ഇത്, മോൾ ഭക്ഷണം കഴിക്കാതെ തളർന്ന് കിടക്കുകയല്ലേ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല വിക്രം, ഞാനിപ്പോൾ അവൾക്ക് കുറച്ച് പാല് കൊടുത്തതേയുള്ളൂ, അതിനുശേഷമാണ് അവൾ ഉറങ്ങിയത്. വിക്രം പെട്ടെന്ന് മോളുടെ കവിളിൽ തട്ടി വിളിക്കുകയാണ്, മോളെ എഴുന്നേൽക്ക് മോളെ, നിന്റെ സിംബ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വിക്രം, രാത്രിയും പകലും ഒരുപോലെ നിന്റെ പേര് തന്നെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മോള്. ഇത് കേട്ട് വിക്രം വിജയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ വിജയമ്മ ഇത്, മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർ വന്ന് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമല്ലേ, 3 ദിവസമായില്ലേ മോൾക്ക് പനി തുടങ്ങിയിട്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ മോളെ എത്തിക്കണം, ഇനി ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എന്തായാലും മോളെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് മോളെ പുതപ്പിച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുകയാണ്. പെട്ടെന്ന് മോളെ വാരിയെടുക്കാനായി വിക്രം ശ്രമിക്കുന്നുണ്ട്. അന്നേരം വേദ റൂമിലേക്ക് കയറി വന്ന് വിക്രമിൻ്റെ കയ്യിൽ തട്ടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആരാ, ഇതൊക്കെ ചെയ്യാൻ നീ ആരാണ്? പെട്ടെന്ന് ഓടിക്കയറി വന്നിരിക്കുന്നു അവൻ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, അവളെ ഇത്രയും വളർത്തി വലുതാക്കാമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീ വലിയൊരു ഇവൻ വന്നിരിക്കുന്നു, അവളെ എപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും എന്ത് ചെയ്യണമെന്നുമൊക്കെ എനിക്കറിയാം, നീ പുറത്തേക്ക് പോ. വേദ, മോൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, സുഖമില്ലാതെ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് മോൾക്ക് ട്രിപ്പ് കൊടുക്കണം, നീ എന്താ ബോധമില്ലാതെ ഓരോന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നീ ആദ്യം പുറത്തു പോ. വേദയെ തടയാനായി ശങ്കരനാരായണനും മുത്തശ്ശിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേദ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വിക്രം അവരോടായി പറയുന്നുണ്ട്, എന്താ ഇവൾക്ക് ഭ്രാന്തുണ്ടോ, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ അവൾക്കൊരു വിലയുമില്ലല്ലോ. വിക്രമിൻ്റെ ഈ ടെൻഷൻ കണ്ട് വിജയമ്മ പറയുന്നുണ്ട്, വിക്രം നീ ടെൻഷൻ അടിക്കാതെ, ഡോക്ടർ മോൾക്ക് ട്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇപ്പോഴങ്ങ് മാറ്റിയതേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഡോക്ടർ എത്തി മോളെ പരിശോധിക്കുന്നുണ്ട്, തക്ക സമയത്ത് തന്നെ അതാത് മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ടെൻഷൻ ആവല്ലേ വിക്രം. എന്നാൽ വിജയമ്മയുടെ വാക്കുകൾ കേട്ടതുകൊണ്ടൊന്നും വിക്രമിൻ്റെ മനസ്സ് സമാധാനമാവുന്നില്ല. അതുകൊണ്ട് തന്നെ വിക്രം വീണ്ടും പറയുന്നുണ്ട്, ഇത് സാധാ പനിയല്ല, ഇത് ഡെങ്കി പനിയാണ്, ഇത് വീട്ടിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറുന്ന ഒരു പനിയല്ല വിജയമ്മ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.
ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അത് പറയാൻ നിനക്കൊരു അവകാശവുമില്ല. എന്നാൽ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നു. പെട്ടെന്ന് വേദയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മിണ്ടിപ്പോകരുത്, നീ മിണ്ടാതിരുന്നോളണം. ഇത് നിന്റെ കുഞ്ഞല്ലല്ലോ, ഞാൻ വിജയമയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നീ കയറി സംസാരിക്കേണ്ട. എന്നാൽ ഇത് കേട്ടിട്ട് വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദ വിജയമ്മയോട് പറയുന്നുണ്ട്, വിജയമ്മ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇവനോട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറ. എന്നാൽ വിക്രം വിജയമ്മയോട് പറയുന്നുണ്ട്, വിജയമ്മ പ്ലീസ് എന്നെ തടുക്കരുത്, ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്, മോളോട് സ്നേഹമുണ്ടെങ്കിൽ ആരും എന്നെ തടുക്കരുതെന്ന് പറഞ്ഞ് മോളെ വാരിയെടുക്കുകയാണ് വിക്രം. മോളെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കണ്ട് വേദ വിക്രമിനെ തടയുന്നു. വേണ്ട, മോളെ അവിടെ കിടത്ത്, നിന്നോട് ആര് പറഞ്ഞു മോളെ എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിടിയും വലിയുമാവുകയാണ്. വിക്രം പറയുന്നുണ്ട്, എന്നെ വിട്, എനിക്ക് പോകണം, മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, നീ മാറ് വേദ എന്ന് പറയുന്നു. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് പിടിയും വലിയുമാവുകയാണ്. ഇവരുടെ ഈ ബഹളം കേട്ട് മോള് ഉണരുന്നു. പെട്ടെന്ന് സിംബ എന്ന് വിളിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ മോളുടെ മുഖത്തേക്ക് നോക്കുന്നു. മോള് കണ്ണു തുറന്ന് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് സിംബ സിംബ എന്ന് വിളിക്കുകയാണ്. വിക്രമിന് സന്തോഷമാവുന്നുണ്ട്, അതിനിടയിൽ കരച്ചിലും വരുന്നുണ്ട്. ഉടനെ തന്നെ മോള് ചോദിക്കുന്നുണ്ട്, സിംബ നീ വന്നോ സിംബ? ആ ഞാൻ വന്നടാ, ഞാൻ വന്നു എന്ന് വിക്രം പറയുമ്പോൾ, നീ എന്താ ഇത്രയും ദിവസമായി എന്നെ കാണാൻ വരാതിരുന്നത് എന്ന് മോള് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു, മോള് സുഖമില്ലാതിരിക്കുന്ന വിവരം ഈ സിംബ അറിഞ്ഞില്ലടാ എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ സുഡർമോള് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കാമോ സിംബ? അതിനെന്താടാ, ഞാൻ നിന്നെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കാം, എത്ര നേരം വേണമെങ്കിലും. ഞാൻ വന്നില്ലടാ, നീ പേടിക്കണ്ട, നിന്റെ അസുഖമൊക്കെ മാറും കേട്ടോ. ഈ സിംബ നിന്നെ എടുത്തോണ്ട് നടന്നോളാം, എത്ര നേരം വേണമെങ്കിലും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് സങ്കടത്തോടു കൂടി എല്ലാവരും കണ്ടു നിൽക്കുകയാണ്. വേദയ്ക്കാണെങ്കിൽ കൂസലില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ശങ്കരനാരായണൻ വേദിയോട് പറയുന്നുണ്ട്, മോളെ ഇവന് വേണ്ടിയാണ് മോൾ ഇത്രയും ദിവസമായി കാത്തിരുന്നത്. അവൻ്റെ സൗണ്ട് കേട്ടതും മോൾ കണ്ണ് തുറന്നത് കണ്ടില്ലേ, ഇനി മോളുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറിയേക്കും. അതറിയാതെ, അത് മനസ്സിലാക്കാതെ നീ എന്തിനാ മോളെ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രമും വേദിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മോളുടെ അസുഖം മാറിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്നും പോകൂ. ആരും എന്നെ തടുക്കാൻ ശ്രമിക്കരുത്, തടുത്തിട്ട് കാര്യമില്ല, ഞാൻ ആരെയും അനുസരിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ അവൻ പറയുന്നത് ശരിയാണ്, അവൻ്റെ സൗണ്ട് കേട്ടതും മോളെ എഴുന്നേറ്റത് കണ്ടില്ലേ, അതുകൊണ്ട് മോളുടെ പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടി അവൻ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ വിജയും സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിയും അച്ഛനും ഒക്കെ പറയുന്നത് അനുസരിക്ക് മോളെ, നിനക്ക് മോളുടെ ഭാവിയാണ്, മോളുടെ അസുഖം മാറുന്നതാണ് നിനക്ക് സന്തോഷമെങ്കിൽ നീ ഇതിനെ സമ്മതിക്കണമെന്ന് വിജയും പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെ വിഷമത്തോടു കൂടി വേദ വിജിയോട് ചോദിക്കുന്നുണ്ട്, അല്ല വിജി ചേച്ചി, ഞാൻ രാത്രിയും പകലും ഒരുപോലെ മോളുടെ അടുത്ത് നിന്നും മാറാതെ മോളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്, അതവൾക്ക് പോരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, വേദേ നിന്നെ അതിനേക്കാൾ ഉപരിയാണ് മോൾക്ക് വിക്രമിൻ്റെ സാന്നിധ്യം, അതുകൊണ്ടാണ് മോള് രാവും പകലുമൊക്കെ വിക്രമിനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വിക്രമിൻ്റെ സൗണ്ട് കേട്ടതും അവൾ കണ്ണു തുറന്നു നോക്കിയത്. അവൾക്ക് വിക്രം അടുത്തും വിക്രമിൻ്റെ സാന്നിധ്യം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഉള്ളത് മോളുടെ അസുഖം മാറാൻ വളരെ നന്നായിരിക്കുമെന്ന് വിജയും പറയുന്നു. ഇത് കേട്ട് വേദയ്ക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. വേദയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരുവാണ്. പെട്ടെന്ന് കണ്ണ് തുടച്ചുകൊണ്ട് വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് വിജിക്കും വിഷമമാവുന്നുണ്ട്. വിജിയും ശങ്കരനാരായണൻ മോളെ നിൽക്ക് മോളെ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ വേദ തിരിഞ്ഞു നോക്കാതെ നടന്നങ്ങ് പോവുകയാണ്. ഇത് കണ്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വിക്രം എന്തായാലും നീ വന്നത് നന്നായി, മോള് ഏതു നേരം നിന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എന്തോ ഒരു മായാജാലം പോലെ, എന്തോ അത്ഭുതം പോലെ നീ അത് കേട്ടതുപോലെ ഇവിടെ എത്തുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾക്ക് ഇനി വിശ്വാസമുണ്ട്, മോളുടെ അസുഖമെല്ലാം മാറും, അത് കഴിഞ്ഞ് നീ ഇവിടെ നിന്നും പോകൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണനും നമ്മുടെ മുത്തശ്ശിയും കൂടി അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ്.
മോൾക്ക് ഭക്ഷണം കൊടുക്കണം വിക്രം, ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇഡ്ഡലി എടുത്തുകൊണ്ട് വരാമെന്ന് വിജയമ്മ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് വേണ്ട, മോൾക്ക് കഴിക്കാൻ സുഖം ഇടിയപ്പമായിരിക്കും, അതെടുത്തുകൊണ്ട് വാ ചേച്ചി എന്ന് പറയാണ്. ശരി, കുറച്ച് സമയം ഇനി വെയിറ്റ് ചെയ്യണം വിക്രം, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വിജി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കപിലൻ വേദയെ വിളിക്കുന്നു. വേദയെ പെട്ടെന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദ ഇറങ്ങി കപിലിൻ്റെ അടുത്തെത്തുന്നുണ്ട്. കപിലൻ വേദയോട് പറയുന്നുണ്ട് സിറ്റിയിൽ ഒരു റെയ്ഡ് നടന്നു, ഒരു VIP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ടീം എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ അവർക്ക് ഞങ്ങൾ വരുന്നു എന്നുള്ള വിവരം മുന്നേ തന്നെ കിട്ടിയിരുന്നു എന്ന് തോന്നുന്നു. അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ലാപ്ടോപ്പും സാധനങ്ങളും അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളതെല്ലാം സെർച്ച് ചെയ്തു. അതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡ്സ് എടുത്ത് വേദയെ കാണിക്കുകയാണ്. അത് കണ്ടതും വേദ ഞെട്ടുന്നുണ്ട്. എന്താ കപിലൻ ഇത്? എൻ്റെയും മോളുടെയും പേരുമെല്ലാം ഇതിലുണ്ടല്ലോ. എന്താ ഇത്? എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് വിചാരിക്കാം, പക്ഷേ മോളെയും ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. എന്താണ് ഇതിനർത്ഥം? എൻ്റെ മോളാണ് സുഡർ എന്നുള്ളത് ആർക്കും അറിയാത്ത വിവരമല്ലേ? പക്ഷേ ഇവരെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട് അതെനിക്കറിയില്ല വേദേ, എല്ലാം അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. നിന്നെ മാത്രമല്ല മോളെയും നിൻ്റെ കുടുംബത്തെയും ഇതിൽ നീ എന്തിനു വേണം, നിൻ്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ വഴികളും അവരുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു. നിൻ്റെയും മോളുടെയും ഫോട്ടോസ് അടക്കം എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിലുണ്ട്. എൻ്റെ ബലമായ സംശയം അവർ ഉന്നമിട്ടിരിക്കുന്ന VIP നീയായിരിക്കുമെന്നാണ് വേദേ. അവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഇല്ല വേദേ, ഒരു വിവരവും കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവരവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാപ്ടോപ്പിലുള്ള വിവരങ്ങളാണ് തന്നെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. വേദ, നിന്നെയും നിൻ്റെ ഫാമിലിയുമാണ് ഈ ടീം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നോക്കാം കപിലൻ. പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നീയുണ്ട്, നിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള വഴികളെല്ലാം നോക്കണം. പിന്നെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം വിക്രം മോൾക്ക് നാടൻ മരുന്ന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് പച്ചിലകളെല്ലാം പറിച്ച് വന്ന് അത് മിക്സിയിലടിച്ച് അതിൻ്റെ നീരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ചേച്ചി എവിടെ വിജയമ്മ തേനെന്ന് ചോദിക്കുകയാണ്. വിജയമ്മ പെട്ടെന്ന് തന്നെ തേൻകുപ്പിയെടുത്ത് വിക്രമിന് കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് വേദ അവിടേക്ക് വരുന്നത്. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വിക്രം റൂമിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ വിജയമ്മയോട് ചോദിക്കുന്നുണ്ട്, വിജി ചേച്ചി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവൻ ആ ഗ്ലാസ്സിൽ കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് വിജയമ്മ പറയുന്നുണ്ട് അത് മോൾക്ക് കൊടുക്കാനായി കുറച്ച് പച്ചിലകളെല്ലാം ചേർത്ത് വിക്രം ഒരു മരുന്നുണ്ടാക്കിയതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ മോളുടെ അസുഖം മാറുമെന്ന് പറയുന്നുണ്ട്. ഡെങ്കിപ്പനിക്ക് നല്ലതാണെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ആര് പറഞ്ഞു? വല്ല ഡോക്ടേഴ്സും പറഞ്ഞോ? അതോ എന്തെങ്കിലും നിങ്ങൾ വായിച്ചതാണോ? എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല വേദേ, വിക്രം പറഞ്ഞു അങ്ങനെയാണെന്ന്. എനിക്കത് മാത്രമേ അറിയൂ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിങ്ങളതിന് സമ്മതിച്ചു അല്ലേ? മോൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയാമായിരുന്നില്ലേ? ഇത് കേട്ട് വിജി ചോദിക്കുന്നുണ്ട്, അത് ഞാൻ എങ്ങനെ പറയും വേദേ? നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വേദ വിക്രമിൻ്റെ പിറകെ തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം മോളുടെ അടുത്തെത്തിയിരുന്നു. മോൾക്ക് മരുന്ന് കൊടുക്കാനായി നിൽക്കുവാണ്. മോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സിംബ? ഇത് ഒരു പച്ചില മരുന്നാണ് മോളെ, നിനക്ക് ഇഷ്ടപ്പെടും, നീ കഴിച്ചു നോക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടി സിംബ ഉണ്ടാക്കിയതാണ്, മോൾ കുറച്ചെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ് മോളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിർത്ത്, എന്താ നീ ചെയ്യുന്നത്? മോൾക്കത് കൊടുക്കരുതെന്ന് വേദ പറയുന്നുണ്ട്. അല്ല വേദേ, നിനക്ക് അറിവില്ലേ? നീ വല്ലാതെ പഠിച്ചതല്ലേ? എന്നിട്ടും നീ അസുഖമായിരിക്കുന്ന മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാണ്? നീ എൻ്റെ അറിവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടില്ല. പിന്നെ അതൊക്കെ പോട്ടെ, നീ എന്താണ് മോൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്? എന്താണ് ഇത്? വല്ല ഡോക്ടേഴ്സും പറഞ്ഞ കാര്യമാണോ? നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ മോൾക്കങ്ങ് കൊടുക്കാമെന്നാണ് നീ വിചാരിക്കുന്നത്?
ഇത് ഒരു പ്രശ്നമുള്ള മരുന്നൊന്നുമല്ല, പണ്ട് എല്ലാവരും ചെയ്തിരുന്ന കാര്യം തന്നെയാണ്. ഇത് കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പവും വരില്ല, നല്ലത് മാത്രമേ വരൂ. പെട്ടെന്ന് മോളുടെ അസുഖം മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുന്നു. വേദ പറയുന്നുണ്ട്, ഒരു മരുന്നും മോൾക്ക് കൊടുക്കണ്ട, ഞാൻ ഡോക്ടറെ കാണിച്ച് മോൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മാത്രം മോൾ കഴിച്ചാൽ മതി. ഇതൊന്നും മോൾക്ക് സെറ്റാവുന്ന കാര്യമല്ല, ഈ പച്ചില മരുന്നൊന്നും മോൾക്ക് സെറ്റാവില്ലെന്ന് തീർത്ത് പറയുന്നുണ്ട് വേദ. അത് വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വിക്രം പറയുന്നുണ്ട്, ദേ വിജയമ്മേ, ഞാൻ നിങ്ങളുടെ മോൾക്ക് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങളോട് പെർമിഷൻ വാങ്ങിച്ചു, അതുകൊണ്ട് ഞാൻ ഇത് മോൾക്ക് കൊടുത്തിരിക്കും. ഇവർക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ ഒരു അവകാശവും ഇല്ല എന്ന് വിക്രം പറയുന്നു. വേദിയുടെ എതിർപ്പിനെ അവഗണിച്ചതുകൊണ്ട് തന്നെ വിക്രം ആ മരുന്ന് സുഡറിനെ കുടിപ്പിക്കുന്നുണ്ട്. സുഡർ അത് കുടിച്ചു കഴിഞ്ഞതും വല്ലാതെ കയ്പ് തോന്നുകയാണ് സുഡറിന്. എനിക്ക് കഴിക്കുന്നു സിംബ എന്ന് പറയുമ്പോൾ കുറച്ച് തേനെടുത്ത് മോളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് മോളോട് ചോദിക്കുന്നുണ്ട്. നന്നായി മധുരമുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടമായി സിംബ എന്ന് പറയുന്നു. എന്നാൽ വേദയ്ക്ക് ദേഷ്യത്തോടെ വേദ പറയുന്നുണ്ട്, എന്താ വിജയമ്മേ ഇത്, കണ്ട മരുന്നുകളെല്ലാം വാരിക്കോരി മോൾക്ക് കൊടുക്കുകയാണോ? നിങ്ങളെന്താ ഇതിനൊന്നും തടയാത്തത്? നിങ്ങൾക്ക് പേടിയില്ലേന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിജി പറയുന്നുണ്ട്, എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ പറ്റാത്ത മരുന്നൊന്നും നമ്മുടെ വിക്രം മോൾക്ക് വേണ്ടി കൊടുക്കില്ല, എനിക്ക് അവനെ വിശ്വാസമാണ്. സുഡർ വിക്രമിൻ്റെ മടിയിൽ കിടക്കുന്നുണ്ട്. വിക്രം മോളുടെ മുടിയിലൂടെ തഴുകുന്നു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുഡറിനെ പരിശോധിക്കുന്നുണ്ട്. മോളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറോട് വേദ പരാതി പറയുന്നുണ്ട്. ഡോക്ടർ, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? പനിയെല്ലാം കുറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് ഭേദമായിട്ടുണ്ടോ? എന്തായാലും ഇയാളുണ്ടല്ലോ, മോൾക്ക് ഓരോ പച്ചില മരുന്നുകളെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ സാറേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഡോക്ടർ പറയുന്നുണ്ട്, എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് വിക്രമിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം താൻ കൊടുത്ത മരുന്നുകളെല്ലാം പച്ചില കൂട്ടുകളെല്ലാം ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടതും ഡോക്ടർ പറയുന്നുണ്ട്, ദേ മാഡം, ഈ പച്ചിലക്കൂട്ട് ഞാൻ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന് നിർദ്ദേശിക്കാനിരിക്കുകയായിരുന്നു. പ്ലേറ്റ്ലെറ്റുകൾ ലെവൽ കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ്. മെഡിസിൻസ് എല്ലാം കൊടുത്ത് അത് ലെവൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ലെവൽ കൂടാൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ പറയുന്ന ഒരു മരുന്നാണ് ഇദ്ദേഹം ഇപ്പോൾ മോൾക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ എത്ര മണിക്കൂറായി കൊടുത്തിട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒരു 3 മണിക്കൂറായി കാണും സർ എന്ന് പറയുമ്പോൾ സാർ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മോളുടെ പ്ലേറ്റ്ലെറ്റ് ലെവൽ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ, നിങ്ങൾ എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് ലെവൽ കൂടിയെന്ന് പറയുന്നത്? മോൾക്ക് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, ടെസ്റ്റ് എടുക്കാതെ നിങ്ങൾ എങ്ങനെ പറയുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാൻ കഴിയും, മോളുടെ കണ്ണിൽ നോക്കിയാൽ എനിക്കത് പറയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ആരാണ് ഈ സിംബ? ആ സിംബയെ നിങ്ങൾ കൊണ്ടുവന്നോ? എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് വരാൻ പറയൂ. അദ്ദേഹം കൂടി വന്നു കഴിഞ്ഞാൽ മോളുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട്. കുറച്ച് മെഡിസിൻസ് കുറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട്. രാത്രിയായതും വിക്രം മോൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് മെഡിസിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മോളെ ഉറക്കുന്നുണ്ട്. അങ്ങനെ വേദിയും വിജിയും സുഡറും കൂടി മോൾക്ക് കാവലായിരിക്കുകയാണ്. മോൾ ഉണർന്നാലോ എന്നുള്ള പേടിയോടെ, മോൾക്ക് രാത്രി പനി അധികമാവുമോ എന്നുള്ള ടെൻഷൻ 3 പേർക്കുണ്ട്. അങ്ങനെ ഉറക്കമിളച്ച് 3 പേരും മോളുടെ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ മോളുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. മോളുടെ നെറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് തുണി നനച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വിജിയും സുഡറും വേദയും കൂടി പരസ്പരം ഇടയ്ക്ക് നോക്കുവാണ്. ഇടയ്ക്ക് മോൾ ഉണരുന്നുണ്ട്. വിക്രമിനോട് തന്നെ എടുക്കാനായി മോൾ ആവശ്യപ്പെടുകയാണ്. മോളെ തൻ്റെ തോളിൽ കിടത്ത് വീണ്ടും തട്ടി വിക്രം ഉറക്കുന്നുണ്ട്. അതിനുശേഷം ബെഡിൽ കൊണ്ടുവന്ന് കിടക്കുകയാണ്. ഇതെല്ലാം വേദ നോക്കി കാണുകയാണ്. എന്നാൽ മോളെ ബെഡിൽ കിടത്തുമ്പോൾ മോൾ കിടക്കുന്നില്ല. മോൾ വീണ്ടും ഷാഠ്യം പിടിക്കുകയാണ് എടുക്കാൻ വേണ്ടി. അങ്ങനെ വീണ്ടും വിക്രം നേരം വെളുക്കുവോളം മോളെ അങ്ങ് എടുത്ത് തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സുഡറും നമ്മുടെ വിജിയും വേദയും കാണുന്നുണ്ട്. വേദയ്ക്കത് സഹിക്കാൻ കഴിയുന്നില്ല. വേദ പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. നേരം വെളുത്തതും ഒരു കപ്പ് കാപ്പിയുമായി വിജി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രം, ഇത് കുടിക്ക്, ഞാൻ മോളുടെ അടുത്തിരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ വിക്രം ആ കപ്പ് കാപ്പിയുമായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചേച്ചി, മോളെ സൂക്ഷിക്കണേ, നോക്കണേ എന്ന് പറയുന്നു. നീ പുറത്തേക്ക് പോയി കുറച്ച് റിലാക്സ് ചെയ്യുമോനെ വിക്രം, ഞാനിവിടെ ഇരിക്കാമെന്ന് വിജി പറയുന്നു. പരമുവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി,
നീ പറഞ്ഞ ആയുധങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നിൻ്റെ ഫോണിലേക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു, നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, ഞാൻ കണ്ടു, പക്ഷേ അതൊന്നും പോരാ, അതിൻ്റെ 3 ഇരട്ടി ഇനിയും വാങ്ങി സൂക്ഷിക്കണം. അതും സേഫായ സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. അതിനുശേഷം എപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വേദ, നീ എന്ത് വിചാരിച്ചു? നിനക്കാണ് ബുദ്ധിയെന്നോ, നിനക്കാണോ എനിക്കാണോ ബുദ്ധി എന്ന് നമുക്ക് പരീക്ഷിച്ച് തന്നെ അറിയാം. എന്തായാലും നിന്നെ സ്നേഹിച്ചുകൊണ്ട് കഴുത്തെറുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിന്നെ എതിർക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി.